പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 മാർച്ച് മാസം 11 ബുധനാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കരങ്ങളെ ഉയർത്തി അല്പസമയം കർത്താവിൻ്റെ സ്തോത്രം പറഞ്ഞാണ്ട് സ്തോത്രം 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 ഒന്നുകൂടെ ശക്തിയോടെ കർത്താവിന് സ്തോത്രം പറഞ്ഞാണ്ട് സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ലേ? ആ കൈകൾ ഉയർന്നിരിക്കട്ടെ എന്നിട്ട് പറയാം, കർത്താവെ നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന് അനുഗ്രഹിച്ചില്ലേ? ആ കരങ്ങൾ ഉയർത്തി പിടിച്ചുകൊണ്ട് കർത്താവിനോട് പറ, സ്തോത്രം 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 സ്തോത്രം. ആമേൻ ആമേൻ. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ പ്രഭാതത്തിൽ ഉണർത്തിയില്ലേ? അതിനായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ നമ്മളെ ജയത്തോടെ നടത്തുന്ന കർത്താവിന് കരമുയർത്തി കർത്താവിന് സ്തോത്രം പറ. സ്തോത്രം 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 സ്തോത്രം. കർത്താവ് നല്ലവനാകുന്നു. കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. എൻ്റെ കർത്താവ് നല്ലവനാകുന്നു. എൻ്റെ കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. ഒന്നുകൂടെ കർത്താവിൻ്റെ മഹത്വം കൊടുത്ത് ഹല്ലേലൂയ, താങ്ക് യു ജീസസ്, ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. അറക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ മഹത്വം, അറക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ മഹത്വം. ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായ ഞങ്ങളുടെ കർത്താവായ യേശുവിൻ്റെ മഹത്വം. ഹല്ലേലൂയ, സ്തോത്രം 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 സ്തോത്രം. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടും, യേശു മാത്രം കർത്താവെന്ന് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം പറയുന്നു, നന്ദിയോടെ സ്തോത്രം പറയുന്നു, നന്ദിയോടെ സ്തോത്രം പറയുന്നു. കർത്താവിന് മഹത്വം കരയട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരുടെയും കണ്ണുകൾ അടച്ചാട്ടെ. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുക. അപ്പാ, നന്ദിയോടെ സ്തോത്രം. അപ്പാ, അങ്ങ് നല്ലവനാകുന്നു, അങ്ങ് വിശ്വസ്തനാകുന്നു, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. അപ്പോൾ അങ്ങ് പ്രാർത്ഥന കേൾക്കുന്ന അപ്പന, അങ്ങ് പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന കർത്താവ്. ഇന്ന് പ്രഭാതം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. കർത്താവെ, ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും കൂടെ ഒരുമിച്ച് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗികളായിരിക്കുന്നവർ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. ശരീരത്തിൻ്റെ ക്ഷീണങ്ങൾ, ബലഹീനതകൾ എല്ലാം മാറട്ടെ. അങ്ങനെ വചനത്തിൽ പറഞ്ഞല്ലോ, അങ്ങ് ക്ഷീണിച്ചിരിക്കുന്നവന് അമ്മൻ ശക്തി നൽകുന്ന ദൈവമാണ്, ബലഹീനന് ബലം കൊടുക്കുന്ന ദൈവമാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് ആരെങ്കിലും ക്ഷീണിതരായിട്ട് ഈ ശബ്ദം കേൾക്കുന്നെങ്കിൽ യേശു ക്രിസ്തുവിൻ നാമത്തിൽ ശക്തി പ്രാപിക്കട്ടെ, ബലഹീനതയിൽ ബലം പ്രാപിക്കട്ടെ. അമ്മൻ ശാരീരികമായ ക്ഷീണങ്ങൾ ഇപ്പോൾ തന്നെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. അതുപോലെ തന്നെ ആമേൻ, മാനസികമായ ക്ഷീണങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ആത്മീകമായ ക്ഷീണങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. എല്ലാ ബലഹീനതകളും യേശുവിൻ്റെ നാമത്തിൽ മാറി തൻ്റെ കുഞ്ഞുങ്ങൾ ശക്തി പ്രാപിക്കുന്നതിനായിട്ട് സ്തോത്രം, ബലം പ്രാപിക്കുന്നതിനായിട്ട് സ്തോത്രം, അത്ഭുതങ്ങളെ കാണുന്നതിനായിട്ട് ഞങ്ങൾ സ്തോത്രം പറയുന്നു. അങ്ങനെ അത്ഭുത പ്രവൃത്തി തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ നടക്കട്ടെ. പ്രത്യേകിച്ച് കർത്താവേ, ഞങ്ങൾ ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്നു. കൈകാലുകൾക്ക് ബലഹീനത നേരിട്ട് ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. ആ ബലഹീനതകൾ ഇപ്പോൾ തന്നെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാറട്ടെ. കൈകാലുകളുടെ ബലഹീനതകൾ മാറട്ടെ. നടക്കുന്നതിനുള്ള ബുദ്ധിമുട്ട്, കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള ബുദ്ധിമുട്ട് യേശുവിൻ്റെ നാമത്തിൽ കംപ്ലീറ്റ് ആയിട്ട് മാറി കർത്താവെ തൻ്റെ കുഞ്ഞുങ്ങൾ സ്വസ്ഥരാകുന്നതിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങ് ബലഹീനതയിൽ ബലം നൽകുമെന്നുള്ള തിരുവെഴുത്തുണ്ടല്ലോ കർത്താവെ, ആ തിരുവെഴുത്ത് വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവെ, തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ബലഹീനത ബലം കൊടുക്കണമേ. ദൈവിക അത്ഭുതങ്ങളെ തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ ചെയ്യുന്നതിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് സഹായിക്കണം, തൻ്റെ മക്കളെ അത്ഭുതകരമായി സഹായിക്കണം. അതുപോലെ കർത്താവെ, ജോലിയുടെ ആവശ്യങ്ങളിൽ ദൈവത്തിൻ്റെ കൃപയുണ്ടാകണം. സാമ്പത്തികമായ എല്ലാ ബുദ്ധിമുട്ടുകളും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. കർത്താവെ, ജോലിയിൽ ഉയർച്ചകൾ ഉണ്ടാകട്ടെ, ജോലിയിൽ മുന്നേറ്റങ്ങൾ ഉണ്ടാകട്ടെ. എല്ലാ ജോലിയിലുള്ള എല്ലാ ഭീഷണികളും, ആമേൻ, തൊഴിൽ നഷ്ടപ്പെടുമോ എന്നുള്ള ഭാരങ്ങൾ, ഭയങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. അതുപോലെ കർത്താവെ, ബിസിനസ്സിലും ഉയർച്ചകൾ കൊടുക്കണം. ഉള്ള നേരിടുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത്ഭുതം ചെയ്യണം, ഉയർച്ച പ്രാപിപ്പാൻ കർത്താവ് സഹായിക്കണം. അമേൻ, വർദ്ധനവിനെ കൊടുത്ത് അനുഗ്രഹിക്കണം. കർത്താവെ, പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അവരുടെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി നടക്കട്ടെ. കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തി കുഞ്ഞുങ്ങളുടെ മേൽ വെളിപ്പെടുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കർത്താവെ, ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ ആമേൻ. വിവാഹപ്രായമായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആമേൻ, അവരുടെ വിവാഹം തക്ക സമയത്ത് നടക്കട്ടെ. അതുപോലെ ജോലിയിൽ കർത്താവെ ഉയർച്ച കൊടുക്കണം. ആമേൻ,
അത്ഭുതങ്ങളെ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെയ്യണം. കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവർ ഒരിക്കലൂടെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഇന്ന് വൈകിട്ടത്തെ മീറ്റിംഗ് ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവിക അത്ഭുതത്തിലൂടെ ഇന്നത്തെ മീറ്റിങ്ങിനെ നടത്തുന്നതിനായിട്ട് സ്തോത്രം. ആയിരങ്ങൾക്ക്, പതിനായിരങ്ങൾക്ക്, ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഈ മീറ്റിംഗ് അനുഗ്രഹമായി തീരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു. നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ ഇന്നത്തെ മീറ്റിങ്ങിനെ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു. കർത്താവ് അങ്ങ് അത്ഭുതങ്ങളിലൂടെ കൊണ്ടുപോകുന്നതിന് സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് പ്രാർത്ഥിച്ച വിഷയങ്ങളിൽ കർത്താവ് തന്ന അത്ഭുതകരമായ വിടുതലിനായിട്ട് കരങ്ങളെ ഉയർത്തി ഒന്ന് സ്തോത്രം പറയാം. കർത്താവ് അത്ഭുതങ്ങളെ ഇന്നത്തെ പ്രാർത്ഥനയിൽ ചെയ്തിരിക്കുന്നതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രത്യേകിച്ച് കർത്താവ് അനുവദിക്കുന്ന പക്ഷം ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം 9 മണിയോടുകൂടെ നമ്മുടെ പ്രത്യേകമായ മീറ്റിംഗ് ഉണ്ടായിരിക്കും. പ്രാർത്ഥനയോടുകൂടെ പങ്കെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്തതിനെ നിങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അത് ചെറിയ ഓഡിയോ ക്ലിപ്പുകളായിട്ട് അയക്കാം. അതുമാത്രമല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും അത്യാവശ്യമായ പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ അത് അയച്ചു തരിക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ഒരുമിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യാം, ഒരുമിച്ച് ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കാം. കർത്താവ് എല്ലാവരെയും അതിനായിട്ട് ഒരുക്കട്ടെ. ആമേൻ. ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് തന്നിരിക്കുന്ന ദൂത് യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 29-ഉം 30-ഉം വാക്യങ്ങളാണ്. ജോൺ ചാപ്റ്റർ 4, 29 and 30. ആമേൻ. 28-ഉം 29-ഉം നമുക്ക് വായിക്കാം. കൂട്ടത്തിൽ 30-ഉം വേണേൽ വായിക്കാം. അനന്തരം സ്ത്രീ പാത്രം വെച്ചിട്ട് പട്ടണത്തിൽ ചെന്ന് ജനങ്ങളോട്, ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ വന്നു കാണുവീൻ, അവൻ പക്ഷേ ക്രിസ്തു ആയിരിക്കുമോ എന്ന് പറഞ്ഞു. അവർ പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ടു, അവൻ്റെ അടുക്കൽ വന്നു. നമുക്കെല്ലാവർക്കും അറിയാവുന്നതായ ഒരു ബൈബിളിലെ ഒരു പ്രധാനപ്പെട്ട സ്റ്റോറിയാണിത്. നമ്മുടെ ശമരിയക്കാരത്തിയായ സ്ത്രീയെക്കുറിച്ചാണ് ഈ കഥ പറയുന്നത്. യേശു ക്രിസ്തു ആമേൻ ശമരിയയിലെ ഒരു കിണറിൻ്റെ അരികത്ത് വെച്ച് ഈ സ്ത്രീയെ കാണുകയാണ്. ആമേൻ. അവർ ആക്ച്വലി ഈ സ്ത്രീ വന്നത് എന്തിനു വേണ്ടിയാണ്? സ്ത്രീ വെള്ളം കോരാൻ വേണ്ടി വന്നതാണ്. എന്നാൽ അവൾ വന്നത് ജീവിതത്തിൻ്റെ പരാജയങ്ങളുടെ നടുവിലാണ് വരുന്നത്. ആമേൻ. ജീവിതത്തിൽ നാണക്കേടുകളെ, തിരസ്കരണങ്ങളെ, ആമേൻ, തകർന്നടിഞ്ഞു പോയ കാല ജീവിതം, ഇതെല്ലാം തൻ്റെ ജീവിതത്തിലുണ്ട്. എന്നാൽ പക്ഷേ അവൾ വന്ന യേശുവിനെ ഒന്ന് കണ്ടുമുട്ടി. ആമേൻ. ആ യേശു തൻ്റെ ജീവിതത്തെ അവളോടൊന്ന് സംസാരിച്ചു. ആമേൻ. യേശു അവൾക്ക് ജീവജലത്തെ ഓഫർ ചെയ്തു. അതായത് ഒരു പുതിയ ജീവനെ ഓഫർ ചെയ്തു. ആമേൻ. യേശുവുമായിട്ടുള്ള ആ കൂട്ടിമുട്ടലിൻ്റെ ശേഷം ആമേൻ എന്താ പറ്റി? അവൾ പെട്ടെന്ന് തന്നെ വെള്ളം കോരാമെന്ന പാത്രം അവിടെ വെച്ചിട്ട് അവൾ എവിടെ നിന്ന് വന്നോ അവിടേക്ക് ഓടിച്ചെന്ന് അവളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത നന്മകളെ അവൾ എല്ലാവരോടും പറയുവാൻ തുടങ്ങി. ഇന്നത്തെ സന്ദേശം അതാണ്. കർത്താവ് നമുക്ക് ചെയ്ത നന്മകളെ നമ്മൾ ഹൈഡ് ചെയ്ത് വെക്കരുത്. കർത്താവ് നമുക്ക് ചെയ്ത നന്മകളെ നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞു തുടങ്ങണം. എങ്കിൽ മാത്രമേ അവിടെ ദൈവിക അനുഗ്രഹങ്ങൾ വെളിപ്പെടുകയുള്ളൂ. ആമേൻ. അവിടെ ആക്ച്വലി അവൾ വന്നത് എന്തിനു വേണ്ടിയായിരുന്നു? വെള്ളം കോരാൻ വേണ്ടിയാണ് വന്നത്. അപ്പം പക്ഷേ അവൾ യേശുവുമായിട്ടുള്ള ഒരു 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 കണ്ടുമുട്ടൽ അവിടെ ജീവിതത്തിൽ ഉണ്ടായതോടുകൂടെ അവിടെ ജീവിതത്തിൽ അവിടെ പ്രയോറിറ്റി അല്ലെങ്കിൽ അവിടെ മുൻഗണന മാറിപ്പോയി. അവൾ ആക്ച്വലി വന്നത് വെള്ളം കോരാനാണ്. പക്ഷേ യേശുവുമായിട്ടുള്ളൊരു കണ്ടുമുട്ടൽ വന്നപ്പോഴത്തേക്കിനെ അവൾ എന്ത് ചെയ്തു? അവൾ പെട്ടെന്ന് വെള്ളം കോരാൻ കൊണ്ടുവന്ന പാത്രം എടുത്ത് മാറ്റി വെച്ചിട്ട് അവൾ യേശുവിനെ കുറിച്ച് പറയുവാൻ, ആമേൻ, സ്തോത്രം, എന്തു ചെയ്തു? അവൾക്ക് പ്രയോറിറ്റി യേശുവിനെ കുറിച്ച് പറയുന്നതായി മാറി. അപ്പം നമ്മുടെ ജീവിതത്തിൽ കർത്താവുമായിട്ടുള്ള കണ്ടുമുട്ടലുകൾ ഡെഫിനറ്റ്ലി നമ്മുടെ ജീവിതത്തിൽ സാക്ഷ്യങ്ങളെ ഉളവാക്കും. ആ സാക്ഷ്യങ്ങൾ ആയിരങ്ങൾക്ക് അനുഗ്രഹമായി തീരും. അപ്പം ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് നമ്മളോട് പറയുക, ആമേൻ, നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത നന്മകളെ നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞെങ്കിൽ മാത്രമേ അത് ദൈവരാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് കാരണമാവുള്ളൂ. ഈ ശമരിയക്കാരത്തിയായ സ്ത്രീയെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ അവളൊരു വേദ പണ്ഡിതയോ അല്ലെങ്കിൽ വേദത്തിനകത്ത് അസാധാരണമായ ജ്ഞാനമുള്ളവളോ ഒന്നും ആയിത്തീർന്നിട്ടില്ല. പക്ഷേ എന്താ സംഭവിച്ചത്? അവളുടെ ലൈഫിലെ അനുഭവങ്ങളെ ചുമ്മാതെ അവൾക്ക് ലഭിച്ച അനുഭവങ്ങളെ അവൾ ഷെയർ ചെയ്തു. അവൾ വാക്യങ്ങളൊന്നും പറഞ്ഞില്ല. അവൾക്ക് പറയാനായിട്ട് തിയോളജിക്കലായിട്ടോ അല്ലെങ്കിൽ ഹീബ്രുവോ എബ്രായ പദങ്ങളൊന്നും അവിടെ കയ്യിലില്ല. പക്ഷേ അവൾ എന്ത് ചെയ്തു? അവൾ പറഞ്ഞു, നിങ്ങൾ വന്നൊന്ന് കാണ്. ആമേൻ. മറ്റുള്ളവരെ ഈ യേശുവിലേക്കൊരു അടുപ്പത്തിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്തു. അവൾ പറഞ്ഞു, ഞാൻ ടേസ്റ്റ് ചെയ്തതാണ്, നിങ്ങളും വന്നൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പറഞ്ഞു.
ഹല്ലേലൂയ. ഇപ്പം ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതന്നെ നമ്മുടെ ചെറിയ സാക്ഷ്യങ്ങൾ ആമേൻ അനേകരെ കർത്താവിലേക്ക് കൊണ്ടുവരാൻ കാരണമാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങോട്ട് നോക്കിയേ, നമ്മുടെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നതാണ് വലിയ പ്രസംഗങ്ങൾ കേൾക്കുന്നതിനേക്കാളും ആളുകൾക്ക് താല്പര്യം. പ്രസംഗങ്ങൾ കേൾക്കുന്നതിനേക്കാളും എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നതാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഇതിൽ നിന്ന് ഞാനൊരു ഒരു കാര്യം പറയാം. നമ്മുടെ ചെറിയ ചെറിയ സാക്ഷ്യങ്ങളാണ് ഇവ സുവിശേഷവൽക്കരണത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട താക്കോലുകൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടൂളുകൾ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുക, കർത്താവ് ചെയ്ത നന്മകളെ മറ്റുള്ളവരോട് പറയുക. ഒന്ന്, അത് നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുവാൻ കാരണമാകും. കർത്താവ് നമുക്ക് ചെയ്തു കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ആമേൻ, നമ്മളെ തന്നെ നമ്മൾ വീണ്ടും കർത്താവിൻ്റെ വിശ്വസ്തതയെക്കുറിച്ച് ഓർപ്പിക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ അനുഗ്രഹത്തിന് കാരണമാകും. രണ്ട്, മറ്റുള്ളവരെ അത് എൻകറേജ് ചെയ്യും, കർത്താവിലേക്ക് വരികയാണ്. ഹല്ലേലൂയ. അവർക്കും ഈ പ്രതീക്ഷ, നമ്മൾ വിശ്വാസത്തോടെ നമ്മുടെ ജീവിതത്തിൽ ചെയ്തത് പറയുമ്പോൾ അവർക്കും പ്രത്യാശ വർദ്ധിക്കും, അവരുടെ വിശ്വാസം വർദ്ധിക്കും. ആമേൻ. അത് രക്ഷയ്ക്കുള്ള വാതിലുകളെ ഓപ്പൺ ചെയ്യും. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾക്കറിയാമോ, ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ശരിയല്ലാത്ത സഹോദരി, തകർന്നടിഞ്ഞു പോയ ഒരു സഹോദരി, അവൻ ജീവിതത്തിൽ നാണക്കേടുകളും തിരസ്കരണങ്ങളും ഏറ്റ സ്ത്രീയുടെ സാക്ഷ്യം അത് ഒരു ദേശത്തെ, ഒരു പട്ടണത്തെ തന്നെ കർത്താവിലേക്ക് കൊണ്ടുവരുവാൻ കാരണമായി തീർന്നു. ഹല്ലേലൂയ. ആമേൻ. നമ്മൾ പിന്നെ വേദപുസ്തകം നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാം, ആ ശമരിയ പട്ടണത്തിൽ അനേകർ കർത്താവിൽ വിശ്വസിക്കുവാൻ കാരണമായി. ഹല്ലേലൂയ. ആമേൻ. അവിടെ ആ ഒരു സാക്ഷ്യം എൻ്റെ കമ്മ്യൂണിറ്റിക്ക് ഫെയ്ത്ത് കൊടുത്തതുപോലെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ സാക്ഷ്യങ്ങൾ അനേകരെ ക്രിസ്തുവിൽ കൊണ്ടുവരുവാൻ കാരണമായി തീരും. എങ്ങനെ ചെയ്യാൻ പറ്റും ഇത്? ആമേൻ. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്തതിനെക്കുറിച്ച് ഓർക്കുക. രണ്ട്, അതിനെക്കുറിച്ച് ധൈര്യത്തോടെ സംസാരിക്കുക. മൂന്ന്, എന്നിട്ട് നമ്മളിലേക്ക് ആളിനെ പോയിന്റ് ചെയ്യരുത്. അവൾ പറഞ്ഞു, വന്നു കാൺമീൻ, ഒരുവനുണ്ട് എന്നെക്കുറിച്ച് പറഞ്ഞു. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ചെയ്ത നന്മകളെ പറയുമ്പോൾ അത് ചെയ്തവനിലേക്ക് ചൂണ്ടിക്കാണിക്കുക. എന്നിട്ട് അവരെ ഈ യേശുവിനെ അനുഭവിച്ചറിയുവാൻ അവരെ ഇൻവൈറ്റ് ചെയ്യുക. ഹല്ലേലൂയ, സ്തോത്രം. ഇങ്ങോട്ട് നോക്കി, ഒരു വലിയ രോഗത്തിന് അവൻ ആ രോഗത്തിന് തക്കതായ ഒരു മരുന്ന് ഒരിടത്തുണ്ട്. ആ മരുന്ന് ആ വ്യക്തി കഴിച്ചു, ആ രോഗം മാറി. എന്നിട്ട് ആ ആൾ ആ രോഗമുള്ളവരോട് പറഞ്ഞു കൊടുത്തില്ല എങ്കിൽ ചെയ്യുന്ന തെറ്റല്ലേ? ഇതുപോലെ നമ്മൾ ഈ മറ്റുള്ളവരോട് കർത്താവിനെക്കുറിച്ച് പറയാതിരിക്കുമ്പോൾ അവൻ പാപമെന്ന രോഗത്തിന് പരിഹാരം യേശുക്രിസ്തുവിൻ്റെ രക്തം മാത്രമേ ഉള്ളൂ. ആമേൻ, ആമേൻ. മറ്റൊരുത്തിനും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ നൽകപ്പെട്ട മറ്റൊരു നാമവുമില്ല, അത് യേശു എന്ന നാമം മാത്രമാണ്. അപ്പോൾ അത് നിങ്ങൾ പറഞ്ഞു കൊടുക്കാതിരിക്കുമ്പോൾ എന്താ പറ്റുന്നത്? നമ്മുടെ ജീവിതം നമ്മൾ സാക്ഷിയാകാതിരിക്കുക. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ഒരു ഉറച്ച തീരുമാനമെടുക്കുക. ഞാൻ കർത്താവിൻ്റെ സാക്ഷിയായിത്തീരും. ഞാൻ കർത്താവിൻ്റെ സാക്ഷി. എനിക്ക് ശരിക്കും ഒരു കർത്താവുമായിട്ടൊരു കണ്ടുമുട്ടലുണ്ടായവർക്ക് സാക്ഷിയാകാതിരിക്കാൻ കഴിയത്തില്ല. ശമരിയാക്കാരത്തി സ്ത്രീ അങ്ങനെയാണല്ലോ. യഥാർത്ഥമായ കണ്ടുമുട്ടലുകൾ അവളെ കർത്താവിലേക്ക് അനേകരെ കൊണ്ടുവരാൻ അവളെ ഉപയോഗിച്ചു. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളെ അവൻ ഈ അന്ത്യകാലത്ത് കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്ത് നിൽക്കുമ്പോൾ അവൻ്റെ സാക്ഷിയാകുവാൻ, അതിനുവേണ്ടിയാണല്ലോ വിളിച്ചത്. കർത്താവ് നിങ്ങളെ ഉപയോഗിക്കട്ടെ. അവൻ്റെ സാക്ഷിയാകുവാൻ കർത്താവ് നിങ്ങളെ ഉപയോഗിക്കട്ടെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരും കർത്താവിൻ്റെ സാക്ഷികളായി മാറട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. അവൻ നമ്മുടെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. നമ്മുടെ പാനപാത്രം നിറഞ്ഞു കവിയും. നന്മയും കരുണയും നമ്മുടെ ആയുഷ്കാലമൊക്കെയും നമ്മളെ പിന്തുടരും. അവൻ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു പെരുകും. We are blessed. We are really blessed. We are permanently blessed and highly favored. God bless you. God bless you. God bless you.